മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂലയിലും മുക്കത്തും NREG വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. കാരമൂലയിൽ CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദും മുക്കത്ത് KT ബിനുവും പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂലയിൽ NREG വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. VBG റാംജി ബിൽ പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. കാരമൂല പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാരമൂല അങ്ങാടിയിൽ സമാപിച്ചു. മഹാത്മാവിനെ അപമാനിച്ചു, അന്നം പോലും മുട്ടിക്കുന്ന മോദി സർക്കാർ മുർദാബാദ്. തുടർന്ന് നടന്ന വിശദീകരണ യോഗം CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവിന്റെ പേര് ഓരോ ദിവസവും ആയിരക്കണക്കായ ആളുകൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി, ഗാന്ധി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ്. ആ പേര് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടാണ് രാഷ്ട്രപിതാവിന്റെ പേര് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റാംജിനെ കുറിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഭാഗമാണ്. NREG വർക്കേഴ്സ് യൂണിയൻ CATU പഞ്ചായത്ത് പ്രസിഡന്റ് M ദിവ്യ ചടങ്ങിൽ അധ്യക്ഷയായി. സെക്രട്ടറി KK നൌഷാദ്, K ശിവദാസൻ, KP ഷാജി, മാന്ത്ര വിനോദ്, സജി തോമസ്, സുബൈദ മാളിയേക്കൽ, സവാദ് ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മുക്കത്തും പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചിരുന്നു. KT ബിനു യോഗം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ, BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത്തരം പദ്ധതികളോടൊന്നും താല്പര്യം കാണിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പട്ടിണി മാറ്റാനോ അവരുടെ പ്രയാസങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തൊഴിൽ നൽകാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറായില്ല. പകരം അവർ ചെയ്തത് ഓരോ ബഡ്ജറ്റിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതങ്ങൾ 5000 10,000 കോടി വെച്ച് കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. PT ബാബു, A കല്യാണിക്കുട്ടി, ഉഷാകുമാരി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.